മഹാലക്ഷ്മി സീരിയലിൻ്റെ ലേറ്റസ്റ്റ് എപ്പിസോഡ് റിവ്യൂയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. സീമന്തനെയും വാമദേവനും കൂടി സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. സീമന്തൻ ഇങ്ങനെ പറയുന്ന കരുണയ്ക്ക് അവിടെ ഭയങ്കര കഷ്ടപ്പാടാണ്, എല്ലാ ജോലികളും കരുണയാണ് ചെയ്യുന്നത് എന്നെല്ലാം പറയണം കേട്ടോ. അതേസമയം വാമദേവന് കരുണയുടെ ഫോണ് വരികയാണ് കേട്ടോ. എന്താ മോളെ എന്ന് ചോദിക്കുമ്പോൾ ഞാൻ 50,000 രൂപയല്ലേ പറഞ്ഞത്, അതിൽ കൂടുതൽ തരണം, ഇരട്ടി തരണം, കാരണം എന്താണെന്നറിയോ, ഞാൻ അത്രയ്ക്ക് കഷ്ടപ്പെടുന്നുണ്ട് ഇവിടെ എന്നെല്ലാം പറഞ്ഞിട്ട് സങ്കടം പറയണം. എന്താ മോളെ ചെയ്യുക എന്നെല്ലാം വാമദേവൻ പറയണം കേട്ടോ. ഭയങ്കര സങ്കടം പറയണം. അത് ഫോൺ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഉണ്ണി അങ്ങോട്ടേക്ക് കയറി വരികയാണ് കേട്ടോ. ഉണ്ണിയേട്ടൻ വരുന്നു എന്ന് പറഞ്ഞതിന് ശേഷം കരുണ ഫോൺ വയ്ക്കുകയാണ്. കരുണയുടെ ഒരുതരം വെപ്രാളം കണ്ടപ്പോൾ ഉണ്ണി ചോദിക്കുക, നീ ആർക്കാ ഫോൺ ചെയ്തത്, ഫോൺ ഇങ്ങ് തായോ എന്ന് പറഞ്ഞിട്ട് ഫോൺ വാങ്ങി നോക്കുമ്പോൾ അത് വാമദേവനായിരിക്കും. നീ ഈ ഇടയായിട്ട് അമ്മാവനെ കുറേ വിളിക്കുന്നുണ്ടല്ലോ, എന്താ പ്രശ്നം, എന്താണ് വാമദേവൻ, എന്തോ നീ അമ്മാവൻ്റെ അടുത്ത് എന്തോ പൈസയൊക്കെ ചോദിച്ചല്ലോ, പിന്നെ അത് കിട്ടിയോ എന്നെല്ലാം ചോദിക്കണം കേട്ടോ. എന്തോ നിങ്ങൾ തമ്മിലുള്ള ഇടപാടുണ്ടല്ലോ എന്നെല്ലാം പറയണം. അത് കേൾക്കുമ്പോൾ അരിശം വരികയാണ് കേട്ടോ. നീ എന്തിനാ ഇവിടെ ഇങ്ങനെ കിടന്ന് കഷ്ടപ്പെടുന്നത്, നീ എപ്പോഴും പറയാറുള്ളതാണല്ലോ നിൻ്റെ വീട്ടിൽ നിനക്ക് ജീവിക്കാനുള്ള കൂടുതൽ സ്വത്തുണ്ട് എന്ന്, പിന്നെ നീ എന്താ കാരണം, നിന്നെ എന്തെങ്കിലും ആരെങ്കിലും ബ്ലാക്ക് മെയിൽ ചെയ്യുന്നുണ്ടോ എന്നെല്ലാം അങ്ങനെ ചോദിക്കുകയാണ് കേട്ടോ. അത് ചോദിക്കുമ്പോൾ കരുണ ഇങ്ങനെ പറയുന്നുണ്ട്, നമ്മളെ വേറെ വാടക വീട്ടിൽ പോയി കഴിഞ്ഞ് ഈ പണികളൊക്കെ ചെയ്ത് പഠിക്കണ്ടേ, അതുകൊണ്ടാണ് എന്നെല്ലാം പറഞ്ഞിട്ട് കരുണ ഉരുണ്ട് കളിക്കുകയാണ് കേട്ടോ. അതേസമയം കണ്ണനും മഹിയും കൂടി മഹിയോട് പറയാണ് അമ്പലത്തിലേക്ക് പോകാമെന്ന് വിളിക്കുമ്പോൾ മഹി പറയാണ്, വേണ്ട കണ്ണേട്ടാ, 7ാം മാസമല്ലേ, അമ്പലത്തിൽ വരാൻ പാടില്ല എന്ന് പറയാണ്. എന്നാൽ ശരി ഞാൻ പോകാം, ഞാനും അനന്തവും കൂടി പോകാമെന്നിങ്ങനെ പറയണം കേട്ടോ. പിന്നീട് അവർ സംസാരിക്കുന്നത് നമ്മുടെ കരുണ ഒളിഞ്ഞു നിന്ന് കേൾക്കണം. പിന്നീട് കരുണ മുകളിലേക്ക് പോവുകയാണ് കേട്ടോ. പിന്നീട് അവർ സംസാരിച്ച് കഴിഞ്ഞ് ശരി എന്നാൽ ഞാൻ അമ്പലത്തിലേക്ക് പോകാമെന്ന് പറയുമ്പോൾ കരുണ അങ്ങനെ സ്റ്റെയർ കേസ് തുടച്ചിങ്ങോട്ട് വരികയാണ് കേട്ടോ. നീ ഞങ്ങൾ സംസാരിച്ചതൊക്കെ കേട്ടോടി ചോദിക്കുകയാണ്. അയ്യേ കേട്ടില്ല, ഞാനിതിപ്പോൾ വന്നേ ഉള്ളൂ എന്ന് പറയും. എന്നാൽ ശരി, നീ പറഞ്ഞ പ്രകാരം ഞാൻ ചാർട്ട് തന്നിട്ടുണ്ടല്ലോ, അതേ പ്രകാരം എല്ലാ പണികളും നീ ചെയ്യണം എന്ന് പറയണം കേട്ടോ. ഞാനോ എന്നിങ്ങനെ ചോദിക്കുമ്പോൾ അതെ നീ തന്നെ, ഞാൻ ഉഴുന്ന് അരച്ച് വെച്ചിട്ടുണ്ട്, അതിന് വൈകുന്നേരം ഉഴുന്നുവട ഉണ്ടാക്കണം, അതുപോലെ ഉച്ചയ്ക്ക് ഒരു 2 മണിക്കൂർ നീ കിടന്നോ, അതിനുശേഷം 4 മണിക്ക് ചായയും എല്ലാം ഉണ്ടാക്കണം എന്നിങ്ങനെ പറയണം കേട്ടോ. നീയേ കുറക്കാലം സൂചിച്ചില്ലേ, നീ എന്തായാലും ശരി, നീ നന്നായി പണിയെടുക്കാൻ ശ്രമിക്കുക എന്നിങ്ങനെ കരുണയോട് മഹാലക്ഷ്മി ഇങ്ങനെ പറയണം കേട്ടോ. അതേസമയം പ്രതാപൻ അവിടെ ഇരുന്നിട്ട് ഇങ്ങനെ സംസാരിക്കുകയാണ്. മുത്തശ്ശിയും പ്രതാപനും കൂടി ഇങ്ങനെ സംസാരിക്കുകയാണ്. അവൻ നടന്നു എന്ന് പറയുന്നത് ശരിയാണോ എന്ന്, എന്താ ചെയ്യുക എന്നിങ്ങനെ പറയണേ. എടാ എന്തായാലും ഇനി വേഷം മാറി പോകേണ്ടി വരും എന്നിങ്ങനെ മഹാദേവൻ പറയണേ. എന്തായാലും ശരി, അവൻ നടന്നു എന്നറിഞ്ഞാൽ നീ അങ്ങനെ കാശിയിലേക്ക് പോയിക്കോ, ഞാനതിൻ്റെ പിന്നാലെ വന്നോളാം. കാരണം എന്താണെന്നറിയാം, അവൻ ഓടിച്ചിട്ട് നമ്മളെ പിടിക്കും, അത് ഉറപ്പായ കാര്യമാണ് എന്നിങ്ങനെ മുത്തശ്ശി പറയുകയാണ് കേട്ടോ. അതേസമയം മുത്തശ്ശി പറയേണ്ടത്, എങ്ങനെയടാ ഇങ്ങനെ ഒരു ജാതകം കിട്ടിയത്, അവളുടെ ജാതകം നമ്മുടെ കരുണമോൾക്ക് എഴുതാൻ പറ്റൂ എങ്കിൽ എത്ര നന്നായാനേ എന്നിങ്ങനെ പറയണം കേട്ടോ. അതേസമയം വാമദേവൻ മഹാലക്ഷ്മിയെ കാണാൻ വേണ്ടിയിട്ട് വന്നിരിക്കുകയാണ് കേട്ടോ. എന്താ എന്നെ വരാൻ പറഞ്ഞത് എന്ന് മഹാലക്ഷ്മി ചോദിക്കുകയാണ്. ഇനിയും എന്നെ ബ്ലാക്ക് മെയിൽ ചെയ്യാനാണോ പരിപാടി എന്ന് ചോദിക്കുമ്പോൾ അല്ല മോളെ, ഇനി ഞാൻ അങ്ങ് പരിപാടി ഒന്നുമില്ല, ഞാനൊന്നും ചെയ്യുന്നില്ല പറയും. പിന്നെ എന്താണ് വരാൻ പറഞ്ഞത് ചോദിച്ചു. മോളിങ്ങനെ ഇരിക്കാൻ കാരണം ഞാനും കൂടെയാണ്, അതെനിക്കറിയാം, അമ്മാവനും ആ രണ്ടാനച്ചൻ പറയുന്ന ആളും ആണ് കാരണം എന്നെനിക്കറിയാം, നിങ്ങളതിന് കാരണം എന്താണെന്നുള്ളത് എനിക്കറിയുമല്ലോ, കരുണയുടെ ദാസിയായി പോകാൻ വേണ്ടിയിട്ടല്ലേ നിങ്ങളങ്ങനെ ചെയ്തത് എന്ന് പറയണം കേട്ടോ. അല്ല മോളെ, കരുണയും കൂടി അതിനൊരു മോളുടെ ഈ ജീവിതത്തിലൊരു സഹായത്തിന് ആയിരുന്നു എന്നിങ്ങനെ പറയണേ. എന്താ അത് ചോദിക്കും. കരുണയ്ക്ക് പ്രതാപൻ നല്ലൊരു വിവാഹാലോചന വേണം എന്ന് പറഞ്ഞപ്പോഴാണ് ഞാൻ കമലേശ്വരത്ത് കൊണ്ടുപോയത്, അത് കാരണമാണല്ലോ മോൾ അവിടെ എത്തിയത് ചോദിക്കും. എന്താ ഇങ്ങനെ പറയേണ്ട കാര്യം എന്നിങ്ങനെ ചോദിക്കുമ്പോൾ അവൾക്ക് അവിടെ ഭയങ്കര ബുദ്ധിമുട്ടല്ലേ, അവൾക്കിതൊന്നും ശീലമില്ലല്ലോ മോളെ, അതുകൊണ്ടാണ് ഇങ്ങനെ പറയുന്നത് എന്ന് പറയണം കേട്ടോ. അതേസമയം മഹാലക്ഷ്മി ചോദിക്കുക, അവളെന്താ എന്തെങ്കിലും വിളിച്ച് നിങ്ങളോട് പറഞ്ഞോ എന്ന് ചോദിക്കുക. എന്നോടൊന്നും പറഞ്ഞില്ല മോളെ എന്നിങ്ങനെ പറയും. പിന്നെ ആ രാത്രി ഞാൻ ഒരിക്കലും മറക്കില്ല, കണ്ണായിട്ടൻ്റെ അച്ഛനെ ലോറി ഇടിച്ചപ്പോൾ ഞാൻ നിർത്താൻ പറഞ്ഞപ്പോൾ നിർത്തിയില്ല, അത് ഞാൻ ഒരിക്കലും മറക്കില്ല അത് എന്നിങ്ങനെ പറയണം. അത് കേൾക്കുമ്പോൾ തന്നെ വാമദേവന് ആകെ മൊത്തം ഒരു സങ്കടം വരികയാണ് കേട്ടോ. അതേസമയം വാമദേവനോട് മഹാലക്ഷ്മി ചോദിക്കണേ, നിങ്ങളൊക്കെ എന്തിലെങ്കിലും പങ്കുണ്ടോ ഇതിൽ എന്ന് ചോദിക്കണേ. ഇല്ല, എനിക്കൊരു പങ്കുമില്ല മോളെ, അയ്യേ ഞാനൊന്നും അറിഞ്ഞിട്ടില്ല എന്ന് പറയണം കേട്ടോ. എന്തായാലും ശരി, നിങ്ങളുടെ കരുണ മോളെ അവൾ നന്നായി പഠിക്കട്ടെ, അവൾക്ക് നല്ലതിന് വേണ്ടി മാത്രമാണ്, കണ്ണേട്ടൻ എന്നോട് പറഞ്ഞു, ഞാനതനുസരിച്ചു, അവൾക്ക് നല്ലൊരു ജീവിതം ഉണ്ടാകാൻ വേണ്ടിയിട്ട് മാത്രമാണ് ഇത് ചെയ്യുന്നത് എന്നിങ്ങനെ പറയണം കേട്ടോ. കാരണം നിങ്ങളെയും അതുപോലെ അല്ല,
എൻ്റെ രണ്ടാനച്ഛനെയും കേസ് കൊടുത്തിട്ടില്ല. അങ്ങനെ കേസ് കൊടുക്കേണ്ടി വന്നു കഴിഞ്ഞാൽ അയാൾ ഒരിക്കലും വേദന അനുഭവിക്കില്ല. കാരണം അയാളുടെ മകള് കഷ്ടപ്പെടുന്നത് കാണുമ്പോഴാണ് അയാൾക്ക് വേദന ഉണ്ടാവുക എന്നിങ്ങനെ മഹാലക്ഷ്മി പറയുകയാണ് കേട്ടോ. അതിനുശേഷം അനന്തും കണ്ണനും കൂടി അമ്പലത്തിലേക്ക് വരികയാണ് കേട്ടോ. അമ്പലത്തിലേക്ക് വരുമ്പോൾ ഡ്രൈവറോട് ചോദിക്കുന്നുണ്ട്, വീൽ ചെയർ എടുക്കണോ ചോദിക്കും. വേണ്ട സാറേ, ഇവിടെ അധികം തിരക്കൊന്നുമില്ലല്ലോ, ആരെങ്കിലും വരികയാണെങ്കിൽ ഞാൻ പറഞ്ഞോളാം എന്ന് പറയുകയാണ് കേട്ടോ. അതിനുശേഷം അനന്തവും കണ്ണനും കൂടി അമ്പലത്തിലേക്ക് പോവുകയാണ്. പൂജാരി ചോദിക്കും, എവിടെ മഹി എവിടെ ചോദിക്കും. അപ്പോൾ വരാൻ പറ്റില്ലല്ലോ, അതുകൊണ്ടാണ് എന്ന് പറയണം. ശരി, എന്നാൽ തൊഴുതോളൂ, എനിക്കൊരു പൂജയുണ്ട് എന്ന് പറയുമ്പോൾ അനന്ത് പറയും, എനിക്ക് ഒരുപാട് പൂജകളുണ്ട്, ഞങ്ങൾ എന്തായാലും പോയി അകത്ത് പോയി തൊഴുകട്ടെ എന്നിങ്ങനെ പറഞ്ഞിട്ട് അവർ അമ്പലത്തിനകത്ത് കയറി തൊഴുകയാണ് കേട്ടോ. അതേസമയം നമ്മുടെ പ്രതാപൻ വേഷമൊക്കെ മാറിയിട്ട് അവിടെ വരികയാണ് കേട്ടോ. അവിടെ നിന്നിട്ട് കൈനോട്ടക്കാരനായിട്ട് ഇരിക്കുകയാണ്. കൈനോട്ടക്കാരനായിട്ട് ഇരുന്നിട്ട് കൈ നോക്കുന്ന സമയത്ത് തന്നെ നമ്മുടെ ആ അമ്മ അവിടെ പ്രത്യക്ഷപ്പെടുകയാണ് കേട്ടോ. ആ അമ്മ പ്രത്യക്ഷപ്പെട്ടിട്ട് കൈ കാണിച്ചു കൊടുക്കുകയാണ്. അപ്പോഴാണ് അറിയുക.